മിക്കിക്ക് പുറകോട്ടാണ് പ്രായമാകുന്നത് എന്ന് ഗോൾഡ് പറയുന്നു. അതായത് വർഷം പോകുംതോറും മിക്കി കൂടുതൽ കുട്ടിത്തമുള്ളവനാകുന്നു. തുടക്കത്തിൽ വെറും ഒരു എലിയെപ്പോലിരുന്ന ജീവി എല്ലാവരുടെയും ഓമനയായ മിക്കിയാകുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ നോക്കൂ. കാർട്ടൂണിസ്റ്റുകൾ ഒരുപക്ഷേ ഇതിന്റെ പുറകിലെ ശാസ്ത്രമറിഞ്ഞിട്ടല്ലെങ്കിലും അനുവർത്തിച്ചു പോരുന്ന ഈ തത്വം ഹോളിവുഡ് മുതൽ നമ്മുടെ ടോംസിന്റെ ബോബനും മോളിയിലും ഉണ്ണിക്കുട്ടനിലും വരെ കാണാം. ഈ കുട്ടിത്തത്തിന്റെ ലക്ഷണങ്ങൾ ആരും ബോധപൂർവം ശ്രദ്ധിക്കാറില്ല എന്നതിന്റെ ഒരു ഉദാഹരണം ആദ്യകാലം മുതലുള്ള കന്യാമറിയം ഉണ്ണിയേശു ചിത്രങ്ങൾ നിരീക്ഷിച്ചാലറിയാം. ആദ്യകാല ചിത്രങ്ങളിൽ ഉണ്ണിയേശു വലുപ്പം കുറഞ്ഞ എന്നാൽ പൂർണ്ണ വളർച്ചയെത്തിയ ഒരാളുടെ രൂപത്തിലാണ്. 13-ാം നൂറ്റാണ്ടോടുകൂടിയാണ് ഉണ്ണിയേശുവിന് കുട്ടിത്തത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ വരുന്നത്. പിന്നെയും 4-5 നൂറ്റാണ്ടുകൾ കൊണ്ടാണ് പൂർണ്ണമായ ശിശുരൂപം വരുന്നത്. ഇവിടെയും പരിണാമത്തിന്റെ തത്വങ്ങളായിരിക്കാം പ്രവർത്തിച്ചിരിക്കുക. ചിത്രകാരന്മാർ കൂടുതൽ ചന്തമുള്ള ഉണ്ണിയേശുവിനെ അനുകരിക്കാൻ ശ്രമിച്ചതാണ് ഇപ്പോഴത്തെ ചിത്രങ്ങളിൽ കാണുന്ന കുട്ടിത്തമുള്ള ഉണ്ണീശോ എന്ന് ന്യായമായും അനുമാനിക്കാം. ഇനി ഒരു രസകരമായ ചോദ്യം. ഭൂമിയിലെ കാര്യങ്ങളൊന്നും അറിയാത്ത ഒരു അന്യഗ്രഹ ജീവിക്ക് ഒരു ഒറിജിനൽ ടെഡ്ഡിയെയും ഇപ്പോഴത്തെ ടെഡ്ഡിയെയും കിട്ടുന്നു എന്ന് കരുതുക.